അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ. നബിയെ, ആ മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനം നിനക്ക് വന്നിരിക്കുന്നുവോ? ചില മുഖങ്ങൾ അന്നത്തെ ദിവസം താഴ്മയുള്ളവരായിരിക്കും. പണിപ്പെട്ട് ക്ഷീണിച്ചവരായിരിക്കും. അവ ചൂടേറിയ അഗ്നിയിൽ കടന്നു കരയുന്നവരായിരിക്കും. തിളച്ചു വന്ന ഒരു ഉറവ് ജലത്തിൽ നിന്ന് അവരെ കുടിപ്പിക്കപ്പെടുന്നതാണ്. അവർക്ക് ലൊരിയിൽ നിന്നല്ലാതെ യാതൊരു ഭക്ഷണവും ഇല്ല. അത് പോഷണം നൽകുകയില്ല, വിശപ്പിന് മതിയാകുകയുമില്ല. ചില മുഖങ്ങൾ അന്നത്തെ ദിവസം മിനുസം പൂണ്ടയായിരിക്കും. അവയുടെ പ്രയത്നത്തെ തൃപ്തിപ്പെട്ടവരായിരിക്കും. ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. അതിൽ വെച്ച് യാതൊരു നിരർത്ഥമായതും അവ കേൾക്കുന്നില്ല. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറവ് ജലം അതിലുണ്ട്. വെക്കപ്പെട്ട കട്ടിലുകളുണ്ട്. വെക്കപ്പെട്ട കോപ്പകളുണ്ട്. അണിയായി വെക്കപ്പെട്ട മെത്ത തലയാണികളുമുണ്ട്. വിരിച്ചു വിധാനിക്കപ്പെട്ട പരവധാന്യങ്ങളുമുണ്ട്. എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്ന്. അതിനാൽ നീ ഉപദേശിച്ചു കൊള്ളുക, നിശ്ചയമായും നീ ഒരു ഉപദേഷ്ടാവ് മാത്രമാകുന്നു. നീ അവരിൽ അധികാരം ചെലുത്തുന്നവനൊന്നുമല്ല. തിരിഞ്ഞു പോകുകയും അവിശ്വസിക്കുകയും ചെയ്തവനൊഴികെ. എന്നാൽ അവനെ അള്ളാഹു ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ്. പിന്നെ നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടങ്ങിവരവ്. പിന്നെ നമ്മുടെ മേൽ തന്നെയാണ് അവരുടെ വിചാരണ.